ഇത് കേട്ടില്ലെങ്കിൽ മക്കളെ നഷ്ടമാണ്. മക്കളെ, നിങ്ങൾ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള സമയമാണ് നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയം. പക്ഷേ നമുക്ക് ഭാവിയെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സമയവും അതാണ്. അപ്പോൾ പല രാഷ്ട്രീയത്തിലെയും സ്റ്റേബിൾ ആയിട്ടുള്ള രാഷ്ട്രീയക്കാർ, പൊളിറ്റീഷ്യൻസ് നിങ്ങളെ ഉപയോഗിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു സമയം, നിങ്ങളുടെ എനർജി അവർ ഉപയോഗിക്കുകയാണ്. അതർ പീപ്പിൾസ് എനർജിയാണ് അവർ ഉപയോഗിക്കുന്നത്. അത് ഡ്രെയിൻ ചെയ്തിട്ട് അവർ ഡൈവേർട്ട് ചെയ്ത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് നിങ്ങളൊരു ടൂളായിട്ട് മാറുന്ന മറ്റാളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവർ ആക്ച്വലി അവരെ ഫാമിലി ഭദ്രമാക്കിയിട്ടാണ്, അവർ ഓൾറെഡി അവരെ കരിയറാക്കി അവർ ഇത് മാറ്റിക്കഴിഞ്ഞു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഒരു അക്രമങ്ങൾ കൂടെയോ അല്ലെങ്കിൽ ചെറിയൊരു ഫേമസ് ആവുന്ന രീതിയിൽ ഒരു പോലീസ് തടയുന്നു, നമ്മൾ പബ്ലിക് ഫിഗറായി മാറുന്നു, അങ്ങനെയുള്ള ഒരു നോർമൽ ചിന്ത അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ വളർന്നു വന്ന ആ ഒരു സാഹചര്യവും സംഗതിയും കണ്ടിട്ടാണ് നിങ്ങൾ ഇതിലാവുന്നതെങ്കിൽ നിങ്ങൾ നിയമം സ്ട്രോങ് ആയിട്ട് പഠിക്കേണ്ടത് ഉണ്ട്. അതായത് രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണത്തിനാണ് നിങ്ങളെ താല്പര്യമെങ്കിൽ നിങ്ങളെ വിദ്യാഭ്യാസം കൊണ്ടാണ് നിങ്ങൾ അതിന് മറുപടി പറയേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടപെടലുകൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ശക്തിയായിട്ടും നിങ്ങളെ നേർക്കാഴ്ചകൾ, നിങ്ങൾ കാണുന്ന സംഗതികൾ ഡെവലപ്പ് ആവും. അല്ലെങ്കിൽ പണ്ട് ആളുകൾ ചെയ്തു വെച്ച് കാലഹരണപ്പെട്ട ആ സംഭവത്തിലുള്ള ഐഡിയോളജിയും അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് ഇനി വരുന്ന ഒരു 30 കൊല്ലം പിടിച്ചു വെക്കാൻ പറ്റും നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള വിദ്യാഭ്യാസം ഏറ്റവും കൂടുതലുള്ള കുട്ടികളാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. ഏറ്റവും ലോകത്തിൽ വിദ്യാഭ്യാസം ആളുകൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ ഇനി രാഷ്ട്രീയമാണ് നിങ്ങളെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ അതിനകത്ത് നിയമവശങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് ഇതുവരെ പ്രോപ്പറായിട്ട് മറ്റ് കാര്യങ്ങൾ രാഷ്ട്ര നേതാക്കന്മാർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത എന്ത് സൗകര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്, അതെങ്ങനെയാണ് എന്നിലൂടെ ഇംപ്ലിമെന്റ് ആവുക അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയിലൂടെ ഇംപ്ലിമെന്റ് ആവുക എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ആണ് പോകേണ്ടത്.